വാർദ്ധക്യവും എത്തുന്നതാണ് നമ്മില് എന്നുള്ളതൊന്ന് വരാത്തതെന്താ ഉള്ളില്. മാതാപിതാക്കളെ തള്ളി എന്നാൽ പിന്നെ തള്ളുന്നതാണ് നിന്റെ മക്കൾ നിന്നെ. അവർക്കെപ്പോഴും നീ പ്രാർത്ഥന ചെയ്തിടണം. റബ്ബിൻ്റെ കൽപ്പനയാണിതെന്ന് നീ ഓർക്കണം. മാതാപിതാക്കൾ പ്രായമായാൽ പിന്നെ ഒരു വലിയ ചുമടായി കാണല ചിലർ പൊന്നെ. വാർദ്ധക്യമായാൽ അവരിലധികം ദേഷ്യമാ, അതുപോലെ തന്നെ സ്വഭാവം എന്തൊരു മാറ്റമാ. എന്ന് പോലും പറയുവാൻ പാടില്ല. ഖുർആൻ പറഞ്ഞത് തന്നെ ആ കളിയല്ല. അതുകൊണ്ട് ക്ഷമ വേണ്ടുന്നതാണ് നിന്നില്. ആ രീതിയിൽ പെരുമാറണേ നീ മുന്നില്. അവർക്കുള്ള തൃപ്തി അതെന്നുമെന്നും പൂർണ്ണമിൽ നൽകിയിട്ട് റബ്ബേ നിന്റെ തൃപ്തിയും ഞങ്ങളിൽ. ചിലരുണ്ട് അങ്ങോട്ടെത്ര തന്നെ നന്മകൾ ചെയ്യുന്നു, നമ്മൾ കിട്ടലാണ് തിന്മകൾ. ഉപകാരത്തിന് ഇരട്ടി തന്നെ ഉപദ്രവം, ലഭിച്ചുള്ളവർ പറയുന്നതേറെ വാസ്തവം. അല്ലാഹു ജല്ല ജലാലവൻ കുടുംബങ്ങളിൽ സന്തോഷവും നൽകട്ടെ നല്ല കുളിർമയിൽ. സൗകര്യവും കുറഞ്ഞുള്ള കാലമിൽ ബന്ധവും സുദൃഢമായി തന്നെയാണ് കാലവും. കാശുണ്ടെങ്കിൽ ഇന്ന് ബന്ധം വലിയതാ, ഇല്ലാതെ വന്നാൽ ചോട്ടയായി മാറുന്നതാ. സുഹൃത്തുക്കളെ അവസാനമായി മൊഴിയുന്നു ഞാൻ, ഉണർത്തുന്നിതാ നിർദ്ദേശവും തന്നിടുവാൻ. നിങ്ങളുടെ ദുആയിൽ ഈ വിനീതനെ ഓർക്കണേ, കൂടാതെ ഔലാദിനെയും ചേർക്കണേ. ഇത് നീ കബൂലിൽ ചേർക്കണം യാ അല്ലാഹ്. അത് തന്നെയാണ് പ്രതീക്ഷയും എനിക്കുള്ള. മാതാപിതാക്കളിൽ കരുണ റബ്ബേ ചൊരിയണേ, അവർ ചെയ്ത കരുണക്കുപരിയായി നീ നൽകണേ. ദീർഘായുസ്സും ആഫിയത്തും നൽകണമേ, മൗത്തായവർക്ക് മാപ്പതും കൊടുക്കണമേ. നിനക്കുള്ള തൃപ്തിയിൽ തന്നെ യാ റഹ്മാനേ, സമയം അതും നീ കീഴണം സുബ്ഹാനേ. വൈകല്യമില്ലാതാക്കി റബ്ബേ ഞങ്ങളിൽ, അതുപോലെ ഞങ്ങൾക്കുള്ള ഓമന മക്കളിൽ. കൂടുന്ന നേരം ഇമ്പമുള്ള കുടുംബമായി, ബന്ധത്തിലാക്കിട് ഞങ്ങളെ നീ നിത്യമായി. കലഹങ്ങളില്ലാതാക്കണേ കുടുംബങ്ങളിൽ, സന്തോഷവും നീ ഏറ്റി തന്നിട് ഞങ്ങളിൽ. പൊട്ടിത്തെറിച്ച് തകർന്നിടുന്നൊരു ബന്ധം കാക്കേണമേ, അതുപോലെ മറ്റ് ദുരന്തം. കുടുംബം മുറിക്കാതെന്നുമെന്നും ഐക്യമിൽ നിലനിൽക്കുവാൻ തൗഫീഖ് താ നീ ഞങ്ങളിൽ. ബന്ധങ്ങളൊക്കെ വെടിഞ്ഞ് വൈരാഗ്യത്തിലായി കഴിയുന്ന ഹാലിൽ നിന്ന് കാക്ക് നീ ദായിമായി. അബുമിന്ന ജാഫർ ബാഖവി മുക്കം ഇതാ രചിച്ചിട്ട് പാടുകയാണ് പൊന്നെ ഹാക്കഥാ. നബി തങ്ങളിൽ ഗുണം ചെയ്യ റബ്ബേ നിത്യമിൽ, അതുപോലെ അൽ അസ്ഹാബിലും അവരാകയിൽ.